प्यारे बच्चों, सब ठीक है ना? अच्छा, आज हम शुरू करेंगे। आप तैयार के है ना? अच्छा, आज हम एक कविता शुरू करेंगे। कविता का नाम है बूढ़ी माँ। एक कवि दिविक रमेश ने बूढ़ी नामक कविता लिखा। एक कविता, इस पाठ का प्रोक्ति क्या है? कविता एक सेंसेशनल पोएम। In this society we have faced many problems, many issues. Like that, this poem is also based on a very sensational issues of our society. When our grandparents or parents became old, they left into the old age home, or they lived lonely their own home without anyone for helping. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ സമൂഹത്തിൽ ധാരാളം ഇഷ്യൂസുകൾ നമ്മളിപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കളായ നിങ്ങൾ ന്യൂസ് പേപ്പറിലൂടെയും TV ന്യൂസിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. മകൻ സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി അമ്മയും അച്ഛനെയും സിസ്റ്ററിനെയൊക്കെ കൊല്ലുന്നു, വിഷം കൊടുത്ത് കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മദ്യപിച്ചുകൊണ്ട് പ്രായമായ അമ്മയും അച്ഛനെയൊക്കെ ഉപദ്രവിക്കുന്നു. പിന്നെ അതുപോലെയുള്ള ഒരു വലിയ ഇഷ്യൂ ആണ്, വളരെ മോശം തരം താഴ്ന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ വീട്ടിലെ പ്രായം ചെന്ന നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ അല്ലെങ്കിൽ പാരൻസിനെ മക്കൾ എവിടേക്ക് കൊണ്ടാക്കുന്നു? പൂവർ ഹോമിലേക്ക് കൊണ്ടുവിടുന്നു, ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുവിടുന്നു, വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടുന്നു. നമ്മുടെ ഈ സമൂഹത്തിൽ വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരുന്ന കുമിള് പോലെ പൊട്ടി പൊളച്ചുകൊണ്ടിരിക്കുകയാണ് വൃദ്ധസദനങ്ങൾ. എന്തുകൊണ്ട്? ഇതിന് നമുക്കൊരു തടയിടാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. വരും തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കുമിള് പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വൃദ്ധസദനത്തെ നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും. എങ്ങനെ? അത് ഞാൻ നിങ്ങളോട് ചോദിക്കുക, എങ്ങനെ? അത് നമുക്ക് കഴിയും. ഞാനൊരു പഴഞ്ചൊല്ല് പറയട്ടെ. നമ്മുടെ വൃക്ഷത്തിൽ നിൽക്കുന്ന ഇലകൾ, നല്ല കൊഴുത്ത സുന്ദരിയായ ഇല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ പഴുത്ത ഇലകളായിത്തീരുന്നു. കുറച്ച് ഇലകൾ എന്ത് ചെയ്യുന്നു? കുറച്ചല്ല, എല്ലാ ഇലകളും നല്ല മാംസളത്വം തുളുമ്പി നിൽക്കുന്ന ഇലകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓരോന്നായിട്ട് പഴുത്ത് കൊഴിയാൻ തുടങ്ങുന്നു. കൊഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ വളരെ ദുഃഖിതയായിട്ടാണ് താഴേക്ക് വരുന്നത്. ഈ മണ്ണിലോട് അലിഞ്ഞ്, എൻ്റെ ശരീരം ഈ മണ്ണിലോട് അലിഞ്ഞ് ചേരാൻ പോകുന്നു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ദുഃഖത്തോടു കൂടിയാണ് ഓരോ പഴുത്ത ഇലകളും താഴേക്ക് പോരുന്നത്. ആ മരത്തിൽ നിൽക്കുന്ന പച്ചയില എന്ത് ചെയ്യും? തലയാട്ടി ചിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. കാരണം പഴുത്തയില താഴേക്ക് പോയല്ലോ. പക്ഷേ ഈ പച്ചയില അറിയുന്നോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പറയില്ലേ, അമ്മമാർ പഴഞ്ചൊല്ലി പറയില്ലേ, പഴുത്ത പലാവില വരുമ്പോൾ പച്ചപ്പലാവില ചിരിക്കുന്നു, നാളെ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് അറിയാതെ ചിരിക്കുന്നു എന്ന്. മനസ്സിലായില്ലേ? അത് ഞാൻ ഇവിടെ ആ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയത്, നമ്മളുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും നോക്കാൻ പറ്റാതെ എവിടെ കൊണ്ടുവിടുന്നു? വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടുന്നു. അപ്പോൾ നിങ്ങളായ കുഞ്ഞുമക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അപ്പൂപ്പനെയും അമ്മുമ്മയും അച്ഛൻ അല്ലെങ്കിൽ അമ്മയും കൂടെ ചേർന്ന് വൃദ്ധസദനത്തിലേക്ക് വിടുന്നു. നമ്മുടെ അച്ഛനും അമ്മയും അറിയുന്നില്ല, നാളെ അച്ഛനും അമ്മയ്ക്ക് ഇതുപോലെ ജരാനരകൾ സംഭവിക്കും. അന്ന് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുമക്കൾ സ്വന്തം അച്ഛനും അമ്മയും എവിടേക്ക് കൊണ്ടാക്കും? ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടാക്കും. അന്ന് ഈ മക്കൾ പറയും, കുഞ്ഞുമക്കളായ നിങ്ങൾ പറയും, ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയും കൊണ്ട് അച്ഛനും അമ്മയും പൂവർ ഹോമിലേക്ക് കൊണ്ടുവിട്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല, അതുകൊണ്ട് അച്ഛനെയും അമ്മയും ഞങ്ങളും നേരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടുന്നു എന്ന് ഞാനതൊന്ന് ആ പഴങ്കഥയൊന്ന് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. വരും തലമുറകൾക്ക് ഇവിടെ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന
വൃത്തസാധനങ്ങളെ കുമ്പിള് പോലെ വളർന്നുകൊണ്ട് വൃത്തസ്ഥാനത്തിൽ ഇല്ലാതാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. നമ്മുടെ മനസ്സ് അതാണ് ഏറ്റവും വേണ്ടത്. അതൊന്നും വെച്ചാൽ ഇത് ഒന്നും മതിയാക്കാൻ കഴിയും തീർച്ചയായിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? हम एक कविता शुरू करें. हर एक पंक्तियाँ ध्यान से पढ़िए. ओके, पुस्तक लेकर एंड पढ़िए. ऑल रेडी? ओके. बूढ़ी माम ने दो करदाने आंगन में रख दिए सुखाने, धूप पड़ी तो हुए सुखाने, आई चिड़िया उनको खाने. बूढ़ी माम ने दोकर दाने, दोकर माने गेहूँ, गेहूँ के दाने माने ग्रेन्स. ओके, गेहूँ के दाने, गेहूँ दाने, ओ गेहूँ के दाने. बूढ़ी माँ माने ग्रैंड मदर. बूढ़ी वृद्धयाया बूढ़ी माँ मीन्स वृद्धयाया ओल्ड लेडी. माम ने दोकर दाने आंगन में ये गेहूँ के दाने आंगन में फैलाकर रख दिया है. बूढ़ी माम ने क्या दिया? आंगन, आंगन माने कोर्टयार्ड, നമ്മുടെ മുറ്റത്ത്. बूढ़ी माम ने spread some grains in front of your courtyard. They spreads there. आंगन में रख दिए सुखाने, सुखाने माने ड्राई, टू ड्राई. for what? थोड़ी देर से धूप लगी तो, धूप माने क्या है? धूप पड़ी तो हुए सुखाने. थोड़ी देर में एक धूप लगा तो ये गेहूँ और एक दाने स्वादिष्ट बन जाते हैं. समझा? അധിക സമയം സൺലൈറ്റിൽ കിടക്കുകയാണെങ്കിൽ അത് പാകമായി വരും, നമുക്ക് സ്വാദിഷ്ടമായ ആഹാരമാക്കി കഴിക്കാൻ കഴിയും. धूप पड़ी तो हुए सुखाने, सुखाना माने स्वादिष्ट. आई चिड़िया उनको खाने. उस समय वहाँ चिड़िया आकर सब दाने खाकर चल गए. when our old lady spreads the grains in her courtyard, at that time she is waiting for dry. After dry it become very tasty. At that time some chidiyam, some birds reach there and they ate all grains and fly away. समझा? अगला क्या है? once more. बूढ़ी माम ने दो करदाने आंगन में रख दिया सुखाने, धूप पड़ी तो हुए सुखाने, आई चिड़िया उनको खाने. समझा? ये 4 पंक्तियाँ समझे सभी को? ओके, अगला. चिड़ियों की एक फौज तो सब दाने चट कर जाएंगी, सोचो फिर बूढ़ी माम क्या क्या खाएगा, भक्तों फूक ही रह जाएंगी. once more. चिड़ियों की एक फौज तो सब दाने चट कर जाएंगी, सोचे फिर बूढ़ी माँ क्या खाएंगे, वक्तों फूक के रग जाएंगे. माने चिड़ियों की एक फौज तो, एक ग्रुप ऑफ बर्ड्स, चिड़ियों की एक फौज तो. चिड़िया अकेला नहीं आता यहाँ. समझा? डिड यू वॉच दिस? പക്ഷികൾ ഒറ്റയ്ക്ക് ഒരിക്കലും വരാറില്ല. ദേ കെയിം എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് came there. They fly away with a group of birds. Okay, उसी प्रकार चिड़िया अकेले नहीं आया है, कई चिड़िया एक साथ आई है. चिड़ियों की एक फौज तो मीन्स कई चिड़िया एक साथ यहाँ आई है और गेहूं के दाने पर डूट पड़ी है. They are starting to eat. सब दाने चटकर जाएंगे. ये सभी गेहूं के दाने ये चिड़िया डूट कर पड़ी है. समझा? सोच फिर बूढ़ी माँ क्या खाएंगे, यदि उन्हें इस चिड़ियों को रोके तो बूढ़ी माम को क्या खाएंगे. सोचे, think, you have to think about that. If you stop this
how the beauty mom or booty mom or how the lady old lady ate it. समझा? सोचे फिर बूढ़ी माम क्या खाएंगे. इफ यू यदि उन्हें रोके तो वह सारे दाने खा जाएंगे. ये सारे दाने चट कर गई तो बूढ़ी माम के लिए कुछ भी नहीं है. इफ यू स्टॉप दिस अदरवाइज बूढ़ी माम के लिए कोई भी भोजन नहीं है और कोई भी खाना के लिए कोई भी नहीं है. वह तो भूख ही रह जाएंगे. यह चिड़िया क्या खाएंगी. ओ चिड़िया क्या खाएंगे. ये सभी चिड़िया ये काम खाकर ये सारे गेहूं के दाने खाएंगे. क्या चिड़िया ऑल्सो भूख रह जाएंगे. सो दे एट इट. Why? The bird felt that hungry, so they reached there and ate all grains. उस समय we have to stop that. When the चिड़िया reach there, we should stop it. We recommend to stop. അതിനെ തടയണം. പക്ഷികൾ പറന്ന് വരുമ്പോൾ നമ്മുടെ ഈ ധാന്യത്തിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഓടിക്കണം, ഓടിച്ചു വിടണം. അല്ലെങ്കിൽ എന്ത് പറ്റും? സാരേ ദാനേക്കെ ഗേഹു ഏ ചിടിയ ലൂട്ട്കർ പടി ഹേ. എല്ലാം അത് കടിച്ചിട്ട് പോകും. ഓക്കെ. एक बार चिड़ियों की एक फौज तो सब दाने चटकर जाएंगी. सोचो फिर बूढ़ी माँ क्या खाएंगी. वक्त तो फूक ही रह जाएंगी. समझा? ओके. अगला पंक्तियाँ. चलो उड़ा दे चिड़ियों को बजा बजा कर ताली तुम हम. आओ बच्चों आओ चलकर बूढ़ी माम की मदद करे हम. एक बार. चलो उड़ा दे चिड़ियों को बजा बजा कर ताली तुम हम. आओ बच्चों आओ चलकर बूढ़ी माम की मदद करे हम. ये क्या है? इसका अर्थ क्या है? चलो उड़ाते चिड़ियों को बजा बजा कर ताली तुम हम. बच्चों चलो और मिलकर ताली बजाकर चिड़ियों को उड़ा देते हैं. माने क्या है? सभी कवि कहते हैं सब बच्चे ये काम जाकर अपने ताली माने क्या है? क्लैप. Clap. When you make the sounds with your hands, at that time the all birds are fly away. Okay. चलो उड़ा दे चिड़ियों को बजा बजा कर ताली तुम हम. You have to make the sounds with your hands. At that time all birds are fly away. Okay. So चलो चलो एक साथ मिलजुल कर ഒരുമിച്ച് ചേർന്ന് കൈകൊട്ടി ശബ്ദമുണ്ടാക്കി ആരെ ഓടിച്ചു വിടൂ? ചിടിയോं को മീൻസ് പക്ഷികളെ പറത്തി വിടൂ, ഓടിച്ചു വിടൂ, ഓടിക്കൂ. കവി പറയുന്നു. ഓക്കെ. അനദർ. सोचे फिर सॉरी. आओ बच्चों आओ चलकर. प्लीज कम बच्चों आओ चलकर हम आकर बूढ़ी इमाम की मदद करे हम. मदद माने टू हेल्प. यू शुड कम हियर एंड हेल्प टू आवर ग्रैंड लेडी और दैट बूढ़ी इमाम. ओके. आओ बच्चों आओ चलकर. आओ प्लीज कम हियर एंड चलकर पन्नेटी एक साथ मिलकर ये बूढ़ी माम को मदद करेंगे. बूढ़ी माम माने क्या है? ओल्ड लेडी का मदद माने टू हेल्प. सी ये बच्चों चलो और मिलकर ताली बजाकर चिड़ियों को उड़ा देती है. अगला क्या है? चिड़िया उड़ा जाएंगी और बूढ़ी माम के लिए गेहूं भी बच जाएंगे. നിങ്ങൾ കൈകൊട്ടി പക്ഷികളെ ഓടിച്ചു വിടുകയാണെങ്കിൽ ബൂഢി മാമിന് ഈ എല്ലാ ഗോതമ്പ് മണികളും കഴിക്കാൻ കിട്ടും. बच जाएंगे मीन्स ओके. इसी प्रकार चिड़ियों को उड़ाकर हम दादी माम की मदद कर जाएंगे. നമ്മൾ ഇപ്രകാരം ചെയ്യുവാണെങ്കിൽ നമുക്ക് ആരെ സഹായിക്കാൻ കഴിയും? ഈ ബൂഢി മാമിനെ
ഓൾഡ് ലേഡിയെ നമുക്ക് സഹായിക്കാൻ കഴിയുമെന്നാണ് കോൻ कहता है दिविक रमेश हमको कहते हैं एक बार चलो उड़ा दे चिड़ियों को बजा बजा कर ताली तुम हम आओ प्लीज कम बच्चों प्लीज कम हियर and you have to make the sounds with your hands at that time all birds are fly away so we can do this we can help that old lady समझा अगला पंक्तियाँ बच्चे रगते बागर इनके चलो न चल कर काम करे हम आओ बच्चों आओ चलकर बूढ़ी इमाम का काम करे हम बच्चे रगते बागर इनके चलो न चलकर काम करे हम ये बच्चे सभी ये बूढ़ी माम अकेला है that lady is lonely there is it you know in their home the lady only lived there but the old सभी बच्चे बाहर रहते हैं बाहर माने outside they are living in another home another house ये बच्चे बाहर रहते हैं they lived in another home चलो न चलकर काम करे हम बूढ़ी माँ घर में अकेली रहते हैं ये सभी बच्चे कहाँ रहते हैं बाहर रहते हैं यहाँ the old lady living to lonely there okay but the children are living in another home चलो न चलकर काम करे हम ये चलो हम बच्चे चलो न चलकर ये don't stop there you don't stay there you should come here न चलकर काम करेगा you have to do any work towards whom towards our old lady you should that means you should help that old lady okay सभी बच्चे हम मिलजुल कर उनका काम कर देते हैं so बच्चे you have to join together and you should help that lady old lady आओ बच्चों आओ चलकर बूढ़ी माम का काम करें हम सो यू कैन इसी प्रकार बूढ़ी माम की मदद को जाएंगे कभी आपको कहते हैं बच्चों से कहते हैं बच्चों यहाँ बूढ़ी माम लोनली देयर दे शी इज लिविंग लोनली देयर बट यू आर लिविंग इन अंदर होम यू डोंट बॉदर्ड अबाउट दैट यू शुड कम टुगेदर एंड you have to make some sounds at that time all birds are fly away so we can escape we can collect the beads for whom for our lady old lady okay इसी प्रकार we have to help that old lady or booty mom समझा सभी को okay इसका मदद क्या है इसका अर्थ क्या है in your neighbor that old lady in your neighbor you say if the neighbor she is lonely there but you have to help her okay so we avoid our parents when they are in old age is it correct we avoid our parents and neighborhood when they became old age you don't do like that you never think about that our grandparents and parents are always living with us okay we all at that time we get full of happiness if you are lonely there you can get any happy from others or if you have old parents or grandparents they should give a story many stories they should give you so you should tell your father don't do like that don't allow to our grandparents to put into the old age home or poor home okay then इसमें इस कविता में एक मैसेज है क्या है कवि द पोएट inspires our children that you must help your neighborhood elders when they become old समझा
and you have to make their lives full of support, happiness and comfort. You always to be helpful and companion for them. समझा? कवि क्या कहते हैं? कवि आपको क्या कहते हैं? You must help our neighborhood elders. നമ്മൾ നമ്മുടെ അയൽവക്കത്തുള്ള വീട്ടിനടുത്തുള്ള ആൾക്കാരെയൊക്കെ അവിടെയുള്ള എൽഡേഴ്സിനെ യു മസ്റ്റ് ഹെൽപ്പ് യുവർ നെയ്ബർഹുഡ് എൽഡേഴ്സ്. ഓക്കെ, വെൻ ദേ ബിക്കെയിം ഓൾഡ്, അവർ വയസ്സാകുമ്പോൾ അവരെ നമ്മൾ സഹായിക്കണം. ആൻഡ് യു ഹാവ് ടു മേക്ക് ദെയർ ലൈഫ്സ് ഫുൾ ഓഫ് സപ്പോർട്ട്, ഹാപ്പിനെസ് ആൻഡ് കംഫേർട്ട്. നമ്മളെപ്പോഴും ആരായിരിക്കണം? അവരുടെ ജീവിതത്തിൽ ഫുള്ള് സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് സന്തോഷം കൊടുക്കണം, ആൻഡ് കംഫർട്ടായിരിക്കണം. അവരവരുടെ വീട്ടിലെപ്പോഴും കംഫർട്ടായിരിക്കണം. ഇതാണ് കവി നമുക്ക് തരുന്ന മെസ്സേജ്. സോ അവർ ചിൽഡ്രൻ, ഐ തിങ്ക് മൈ സ്റ്റുഡൻസ് or our children must do like this. Okay, you always to be helpful in your home members and in your family members, and you have to helpful to be in your neighbors also. Okay, നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ്, നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പ്രായമായ ആൾക്കാർക്ക് ഒരു സപ്പോർട്ടൊന്നും ഇല്ലാത്ത. ഗ്രാൻഡ് പാരൻസിന് ആവുമ്പോൾ തന്നെ നമ്മുടെ പാരൻസ് എന്ത് ചെയ്യുന്നു? അവരെ ഓൾഡ് ഏജിലേക്ക് ഹോമിലേക്കൊക്കെ പറഞ്ഞു വിടുന്നത്. പക്ഷെ നമ്മുടെ അതർ കൺട്രീസിലൊക്കെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയ കൊടും പാവമാണ്, ഏറ്റവും വലിയ ശിക്ഷയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അവർ അവിടെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടാണ്. അവർക്ക് തന്നെ ഒരു നേഴ്സിന് തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവരുടെ ഫുൾ ഹെൽത്ത് ചെക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട്. അവർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് ജോലിക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഔട്ടർ കൺട്രീസിലൊന്നും ഔട്ടർ സ്റ്റേറ്റ്സിലൊന്നും പ്രായമാരെ ഇങ്ങനെയുള്ള ഒരു വൃത്തസ്ഥാനത്തിലൊന്നും കൊണ്ടുവിടേണ്ട ആവശ്യമേ വരുന്നില്ല. അവിടെ ഫുൾ സപ്പോർട്ടും അവരുടെ സർക്കാർ തന്നെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ നമുക്കും അങ്ങനെ പ്രതീക്ഷിക്കാം, നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരട്ടെ, ഇങ്ങനത്തെ ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ സർക്കാർ തന്നെ നമ്മുടെ ഓൾഡ് മെമ്പേഴ്സിന് നല്ലൊരു കൺസിഡറേഷൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ये लेसन समाप्त हो गई. धन्यवाद.